അപ്പൊ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുള്ള വിധിപ്പകർപ്പിലെ ചില നിർണായക വിവരങ്ങളെ കുറിച്ച് നമുക്കിന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ആക്രമിക്കപ്പെട്ട നടി കോടതിയിൽ കൊടുത്ത മൊഴിയെക്കുറിച്ചും മഞ്ജു വാര്യരുടെ മൊഴിയെക്കുറിച്ചും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ അത്യാവശ്യം റീച്ച് ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ കമന്റ് ബോക്സിലാണെങ്കിലും നമ്മൾ എടുത്ത എഫേർട്ടിനെ മാനിക്കുന്ന രീതിയിൽ ഒരുപാട് കമന്റുകളും വന്നിട്ടുണ്ടായിരുന്നു. 1500 പേജിന് മുകളിൽ വരുന്ന വിധിപ്പകർപ്പിലെ ചില കാര്യങ്ങൾ പഠിച്ചാണ് നമ്മൾ ആ വീഡിയോ ചെയ്തിരുന്നത്. അതിനാൽ തന്നെയാണ് അതിന്റെ തുടർച്ച എന്നോണം ഇന്നും ചില കാര്യങ്ങൾ പങ്കുവെക്കാമെന്ന് കരുതിയത്. എനിവേ, ഇന്നത്തെ നമ്മുടെ പ്രധാന വിഷയം എന്ന് പറയുന്നത് കാവ്യ മാധവനുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളാണ്. നമുക്കറിയാം, ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചവരിൽ ഒരാളാണ് ഈ പറയുന്ന കാവ്യ മാധവൻ എന്ന് പറയുന്നത്. ഈ കേസിൽ കാവ്യ മാധവന്റെ ഇൻവോൾവ്മെന്റിനെ കുറിച്ച് എടുത്തു പറയാതെ വയ്യ. ഏറ്റവും നന്നായി പോയിക്കൊണ്ടിരുന്ന ദിലീപ് മഞ്ജു വാര്യർ ദാമ്പത്യത്തിലേക്ക് എന്ന് കാവ്യ മാധവൻ കടന്നു വന്നോ അന്ന് തുടങ്ങിയതാണ് ഈ പ്രശ്നങ്ങളെല്ലാം. 2010 തൊട്ട് തുടങ്ങിയതാണ് ദിലീപും കാവ്യയും തമ്മിലുള്ള ഒരു അവിഹിത ബന്ധം എന്ന് പറയുന്നത്. ഈ ബന്ധം മഞ്ജു വാര്യർ ഒഴികെ സിനിമാ ഫീൽഡിലുള്ള എല്ലാവർക്കും അറിയാമായിരുന്നു. 7 വർഷത്തോളം അവർ ആ ബന്ധം തുടർന്നു പോകുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കാൻ ആക്രമിക്കപ്പെട്ട നടിക്ക് ഇവരുടെ അവിഹിതവുമായി ബന്ധപ്പെട്ടുള്ള ചില സൂചനകൾ ലഭിക്കുകയും അതൊരിക്കൽ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുകയും ചെയ്യുന്നത്. അങ്ങനെ അത് മഞ്ജു വാര്യരോട് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ പറഞ്ഞ കാര്യം ദിലീപ് അറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഇരിക്കും ഈ മഞ്ജു വാര്യരോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം മാറ്റി പറയണമെന്ന് ഈ ആക്രമിക്കപ്പെട്ട നടിയോട് ദിലീപ് ആവശ്യപ്പെടുകയുണ്ടായി. പക്ഷെ ആ നടി അതിന് തയ്യാറായില്ല. അങ്ങനെയാണ് ദിലീപിന് ഈ നടിയോട് ശത്രുത തോന്നുന്നതും അവളുടെ പല സിനിമ അവസരങ്ങൾ ഇല്ലാതാക്കുന്നതും പിന്നീട് അവൾ പീഡിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതും ഒക്കെ. ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയി കഴിഞ്ഞ വീഡിയോകളിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം കൂട്ടി വായിച്ച് നോക്കുമ്പോൾ ഈ വിഷയത്തിൽ കാവ്യ മാധവന്റെ ഇൻവോൾവ്മെന്റ് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. എനിവേ, ഇനി ഈ കേസിലെ വിധിപ്പകർപ്പിൽ കാവ്യ മാധവനും ദിലീപും കൂടി ചേർന്ന് ചെയ്ത ചില കാര്യങ്ങളെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അതെന്താണെന്നല്ലേ, അതായത് നടി ആക്രമിക്കപ്പെട്ട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ പറയുന്ന ദിലീപും കാവ്യയും കൂടി ചേർന്ന് പനമ്പള്ളി നഗറിലെ ഫെഡറൽ ബാങ്കിൽ ഒരു ബാങ്ക് ലോക്കർ സ്റ്റാർട്ട് ചെയ്തു. ഈ സമയത്ത് എന്തിനായിരുന്നു അങ്ങനെ ഒരു ബാങ്ക് ലോക്കർ തുറന്നത്? ഈ നടിയെ പൾസർ സുനിയും സംഘവും ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്ന സമയത്ത് അതിന്റെ ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്തിയിട്ടുണ്ടായിരുന്നല്ലോ. അതൊരു മെമ്മറി കാർഡിലേക്ക് സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ആ മെമ്മറി കാർഡ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയായിരുന്നോ ഇങ്ങനെ ഒരു ബാങ്ക് ലോക്കർ ഇവർ ബാങ്കിൽ തുടങ്ങിയത്? ഈ കാര്യവുമായി ബന്ധപ്പെട്ട് വിധിപ്പകർപ്പിൽ ഒരു ചർച്ച വരുന്നുണ്ട്. നമുക്ക് അതിലേക്ക് വരാം. അതിനു മുമ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നലെ ചില അപ്ഡേറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. ആ അപ്ഡേറ്റ്സിനെ കുറിച്ച് നമുക്ക് ആദ്യം ഒന്ന് സംസാരിക്കാം. അതിനുശേഷം നമുക്ക് ഈ ബാങ്ക് ലോക്കർ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലേക്ക് കടക്കാം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള പുതിയ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാണെങ്കിൽ, ഒരു 2-3 ദിവസങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ആ വീഡിയോ? ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുള്ള പ്രതികളിലെ 3ാം പ്രതിയായിട്ടുള്ള മാർട്ടിൻ ഈ ആക്രമിക്കപ്പെട്ട നടിയെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് വളരെ മോശക്കാരിയായി ചിത്രീകരിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 18 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു അത്. ആ വീഡിയോ പലരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അതിൽ മാർട്ടിൻ വളരെ മോശമായ രീതിയിൽ ഒരു കള്ളക്കഥ പ്രചരിപ്പിക്കുന്ന രീതിയിൽ പല കാര്യങ്ങളും പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന പൾസർ സുനി നടിയും തമ്മിൽ കാറിൽ ഇരുന്ന് ചുംബിക്കുന്നത് താൻ കണ്ടു. അവർ തമ്മിൽ പരസ്പര സമ്മതത്തോടെ പലതും ചെയ്യുന്നത് കണ്ടു. ദിലീപിനെതിരെ അവർ രണ്ടാളും കൂടി ചേർന്ന് ഗൂഢാലോചന നടത്തുന്നത് കണ്ടു. അത്തരത്തിലുള്ള പല തോന്നിവാസങ്ങളും ഈ മാർട്ടിൻ എന്ന് പറയുന്ന ചെറ്റ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അടക്കം അതെടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ നടിയുടെ പേര് മ്യൂട്ട് ചെയ്ത് വെച്ചിട്ടായിരുന്നു കേട്ടോ നമ്മൾ റിയാക്ട് ചെയ്തത്. അതിൽ മാർട്ടിന്റെ കള്ളക്കഥ നമ്മൾ കൃത്യമായി പൊളിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഏറ്റവും വലിയ അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ, ഇവൻ ദിലീപ് ഫാൻസ് പോലും വിശ്വസിക്കാത്ത ഈ മാർട്ടിന്റെ കഥ പലരും ഇപ്പൊ സത്യമാണെന്ന് വിശ്വസിച്ചിരിക്കുകയാണ്. അത് കാണുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നിപ്പോവാണ്. ഒരു ലോജിക്കും ഇല്ലാത്ത ഒരു കഥയും ഉണ്ടാക്കി വന്ന് പബ്ലിക്കിൽ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അത് വിശ്വസിക്കാൻ ഇവിടെ കുറെ ആൾക്കാരുണ്ട്. ഇഷ്ടം അത് അങ്ങനെ കുറെ എണ്ണം. എന്നിരുന്നാലും മാർട്ടിന്റെ വീഡിയോക്ക് പിന്നാലെ മാർട്ടിനെതിരെ ഈ ആക്രമിക്കപ്പെട്ട നടി കേസ് കൊടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മാർട്ടിനെതിരെ മാത്രമല്ല, മാർട്ടിന്റെ ആ വീഡിയോ പ്രചരിപ്പിച്ചവർക്കെതിരെയും കേസ് കൊടുത്തിട്ടുണ്ട്. മാർട്ടിന്റെ ഈ വീഡിയോ ആദ്യമായി അപ്ലോഡ് ചെയ്തത് സംഗീത ലക്ഷ്മണ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലാണ്. ഞാൻ ആ ചാനലിന്റെ സ്ക്രീൻഷോട്ട് സൈഡിൽ കൊടുക്കാം. 3 ദിവസം കൊണ്ട് ആ ചാനൽ വന്ന വ്യൂസ് എന്ന് പറയുന്നത് 65K വ്യൂസ് ആണ്. ഒരു അഡ്വക്കേറ്റിന്റെ ചാനലാണ്. ഇത്രയൊക്കെ കേസും കാര്യങ്ങളും വന്നിട്ടും അവർ ആ വീഡിയോ പോയി റിമൂവ് ചെയ്തിട്ടില്ല, അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഈ സംഗീത ലക്ഷ്മൺ ആരാണെന്നുള്ളത് ഞാൻ ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. കട്ട ദിലീപ് സപ്പോർട്ടറാണ്. ഈ നടി ആക്രമിക്കപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ട് 3 കൊല്ലം മുന്നേ ഇവരൊരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. വളരെ മോശമായ രീതിയിൽ ഈ ആക്രമിക്കപ്പെട്ട നടിയെ തെറി വിളിക്കുന്ന രീതിയിലാണ് ഇവരതിൽ സംസാരിക്കുന്നത്. അതും പേരെടുത്ത് പറഞ്ഞിട്ടാണ് അവരതിൽ സംസാരിച്ചിട്ടുള്ളത്. ഞാൻ വേണമെങ്കിൽ അതിൽ ചില ഭാഗങ്ങളൊന്നും കാണിച്ചു തരാം. സത്യത്തിൽ ഈ ഒരു കേസ് ഉണ്ടല്ലോ, സീരിയലിൽ പോലും വർക്കാവില്ല. പഴയ പ്രേമനസീറിന്റെയും സോമന്റെയും സുകുമാരന്റെയും സിനിമയിൽ വർക്കാവില്ല എന്നുള്ള പോട്ടെ, ഇപ്പോഴുള്ള സീരിയലുകൾ പോലും വർക്കാവില്ല. അമ്മാതിരി കോപ്പറേറ്റീവ്സ് ഇതിനകത്ത് നടക്കുന്നത് അൺനാച്ചുറൽ. ഇവിടെ ഇപ്പോഴും പ്രൂവ് ചെയ്തിട്ടില്ല. ഞാൻ കണ്ട റെക്കോർഡ്സ് വെച്ചിട്ട് ഇറ്റ് ഇസ് വെരി വെരി ഡിഫിക്കൽട്ട് ഫോർ ഹർ ടു പ്രൂവ് ബിഫോർ ദ കോർട്ട് ദാറ്റ് ഷീ ഹാസ് ബീൻ റേപ്ഡ്. അവൾ റേപ്പ് വിക്ടിം ആണ് എന്ന് പോലും കോടതിയുടെ മുന്നിൽ അവർക്ക് തെളിയിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, പ്രോസിക്യൂഷൻ വിൽ ഹാവ് മിസറബിളി ഫെയിൽ എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പം റെക്കോർഡ്സ് മാനിപ്പുലേറ്റ് ചെയ്ത് അവൾ ഐ ഡോണ്ട് ബിലീവ് അവൾ, ഞാനത് ഇതിന് മുന്നേ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ കുട്ടി പറയുന്നത് മുഴുവൻ സത്യമല്ല, സത്യമായിട്ടുള്ളത് മുഴുവൻ കുട്ടി പറഞ്ഞിട്ടില്ല. കുട്ടിയല്ല, സ്ത്രീ. അവളെ യുവനടി എന്ന് പോലും വിളിക്കേണ്ട, ഷീ ഈസ് ഗെറ്റിംഗ് ഓൾഡ്. അവളെന്തിനാ യുവനടി എന്ന് വിളിക്കണത്? ഇനി
ഷീസ് ഗെറ്റിംഗ് ഓൾഡ്. യുവനടി എന്നൊക്കെ വിളിച്ചിട്ട് അതിനൊരു വലിയ ഗ്ലാമർ കൊടുക്കുകയാണ്. ഷീസ് ഓൺലി വൺ ഓഫ് ദ റേപ്പ് കേസിൽ എത്ര 3000-ഓളം എത്രയോ 10,000-കണക്കിന് എത്രയോ റേപ്പ് കേസസിലെ വിക്ടിം പോലെ നാട്ടിലെത്താൻ നമ്മുടെ കേരള പോലീസിൻ്റെ വെബ്സൈറ്റ് ഒന്ന് എടുത്ത് നിങ്ങൾ നോക്കൂ. കഴിഞ്ഞ 5 വർഷത്തെ കണക്ക് പറയുന്നുണ്ടല്ലോ, 4 വർഷം. ഈ കഴിഞ്ഞ 4 വർഷം കേരളത്തിലുണ്ടായ റേപ്പ് കേസസിൻ്റെ കണക്ക് നിങ്ങളൊന്ന് എടുക്കും. ഏതെങ്കിലും ഒരു വിക്ടിമിന് 13 വയസ്സും 12 വയസ്സും 3 വയസ്സും 4 വയസ്സും ആയ പെൺകുട്ടികൾ റേപ്പ് ചെയ്യപ്പെടുന്നു. അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ മാധ്യമങ്ങൾക്ക് ഡിസ്കസ് ചെയ്യണ്ടല്ലോ. അതിലൊന്നും പ്രതി അന്വേഷിച്ച് നിങ്ങൾ പോകുന്നില്ലല്ലോ. എന്താ ആ പെൺകുട്ടികൾക്കൊക്കെ 2 എണ്ണം ഉള്ളത് ഇവർക്ക് 4 എണ്ണം ഉണ്ടോ? അതോ ഇവർക്ക് 1 എണ്ണം ഉള്ളത് അവർക്കൊക്കെ 2 എണ്ണം ഉണ്ടോ? അങ്ങനെയാണോ? എന്താ ഇവർക്ക് മാത്രം എന്താ കൊമ്പോ? ഇവള് മാത്രം ഒരാൾ മാത്രമേ റേപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. എന്തൊക്കെ തെമ്മാടിത്തരങ്ങളാണ് ഈ തള്ള വിളിച്ചു പറയുന്നത്. ഇതാണ് ഇവരുടെയൊക്കെ നിലവാരം എന്ന് പറയുന്നത്. എന്തായാലും ഇവർ പറഞ്ഞതിൽ വിപരീതമായി സംഭവിച്ചല്ലോ. ആ നടി ആക്രമിക്കപ്പെട്ടു എന്നുള്ള കാര്യം കോടതിയിൽ പ്രൂവ് ചെയ്യപ്പെട്ടു. അതുകൊണ്ടാണല്ലോ പ്രതികളായിട്ടുള്ള 6 പേർക്ക് ശിക്ഷ ലഭിച്ചത്. ഇനി പ്രൂവ് ചെയ്യപ്പെട്ടാലും ഇല്ലെങ്കിലും ഈ തള്ള പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് നോക്കി. ഒരു പെണ്ണ് പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്ന സമയത്ത് അവളെ കല്ലെറിയാനാണ് ഇവരൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയിൽ ഇവർ ചോദ്യം നോക്കി, നിങ്ങൾ ഇവിടെ ആ നടി മാത്രമേ പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ളൂ, ബാക്കിയുള്ള ഒരുപാട് പേര് പീഡിപ്പിക്കപ്പെടുന്നില്ലേ? നിങ്ങൾ എന്താണ് അവരെ കുറിച്ച് സംസാരിക്കാത്തത്, ഇവളെ കുറിച്ച് മാത്രം സംസാരിക്കുന്നതെന്നൊക്കെ. ഇങ്ങനെയാണ് ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട ഒരു പെണ്ണിനെ നോക്കി പറയേണ്ടത്? അല്ല, എനിക്ക് എത്ര ആലോചിച്ചിട്ട് നമ്മൾ മനസ്സിലാവുന്നില്ല. ഇങ്ങനെ ആക്രമിക്കപ്പെട്ട നടിയെ വെർബൽ അറ്റാക്ക് ചെയ്ത് സംസാരിച്ച ഒരു വ്യക്തിയാണ് ഈ സംഗീത ലക്ഷ്മണ. ഇതേ സംഗീത ലക്ഷ്മണന്റെ ചാനൽ തന്നെയാണ് മാർട്ടിന്റെ ആ വീഡിയോയും അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. എന്നിരുന്നാലും ഇവർക്കെതിരൊക്കെ കേസ് കൊടുത്തതിന് പിന്നാലെ ഈ ആക്രമിക്കപ്പെട്ട നടി ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ ആ പോസ്റ്റ് വായിച്ചുതരാം. ഞാൻ ചെയ്ത തെറ്റ്, എനിക്കെതിരെ ഒരു ആക്രമണം നടന്നപ്പോൾ അതപ്പോൾ തന്നെ പോലീസിൽ പരാതിപ്പെട്ടത്, നിയമ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് മുന്നോട്ട് പോയത്. അന്നേ സംഭവിച്ചതെല്ലാം വിധിയാണെന്ന് സമാധാനിച്ച് ആരോടും ഒന്നും പറയാതെ മിണ്ടാതെ ഇരിക്കണമായിരുന്നു. പിന്നീട് എപ്പോഴെങ്കിലും ആ വീഡിയോ പുറത്തു വരുമ്പോൾ ഇത് എന്തുകൊണ്ട് അന്നേ പോലീസിൽ പരാതിപ്പെട്ടില്ല എന്ന് കുറ്റപ്പെടുത്തുന്നവരോട് എന്ത് പറയണമെന്ന് അറിയാതെ ആത്മഹത്യ ചെയ്യണമായിരുന്നു. 20 വർഷം ശിക്ഷയ്ക്ക് വിധിച്ച് ജയിലിൽ പോയ 2ാം പ്രതി പോകുന്നതിന് മുമ്പേ ഒരു വീഡിയോ എടുക്കുന്നത് കണ്ടു. അതിൽ ഞാനാണ് നിങ്ങളുടെ നഗ്ന വീഡിയോ എടുത്തത് എന്നും കൂടി പറയാമായിരുന്നു. മാർട്ടിനെ കുറിച്ചാണ് ഉദ്ദേശിച്ചത്. ഇത്തരം വൈകൃതങ്ങൾ പറയുന്നവരോടും പ്രചരിപ്പിക്കുന്നവരോടും നിങ്ങൾക്കോ നിങ്ങളുടെ വീട്ടിലിരിക്കുന്നവർക്ക് ഈ അവസ്ഥ വരാതിരിക്കട്ടെ. നോട്ട് എ വിക്ടിം, നോട്ട് എ സർവൈവർ, ജസ്റ്റ് എ സിമ്പിൾ ഹ്യൂമൻ ബീയിങ്, ലെറ്റ് മീ ലീവ്. അത്രയേ ഉള്ളൂ. ഇവിടെ ഈ നടി ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടപ്പോൾ അവർ മുന്നോട്ട് വന്ന് പറഞ്ഞു എന്നൊരൊറ്റ കാരണം കൊണ്ടാണ് ഇന്ന് അവർക്ക് മാസീവ് സൈബർ അറ്റാക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ മിണ്ടാതിരുന്നെങ്കിൽ ഇവർക്ക് ഇതൊന്നും ലഭിക്കില്ലായിരുന്നു. ഇതാണ് നമ്മുടെ സമൂഹം. വല്ലാത്തൊരു അവസ്ഥ തന്നെ അല്ലെ? ഇത്രത്തോളം വിക്ടിം ബ്ലെയിമിംഗ് ചെയ്യുന്ന ഒരു സമൂഹം വേറെ ഉണ്ടോ? എനിക്കറിയില്ല. എന്തായാലും ഈ നടിയെ മോശമായി വിക്ടിം ബ്ലെയിം ചെയ്യുന്ന സംഗീത ലക്ഷ്മണക്കെതിരെയും അഖിൽ മാരാർക്കും എതിരെയും ഒക്കെ കേസെടുക്കണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അഖിൽ മാരാർ 2 ദിവസം മുമ്പേ ഈ നടിയെ മോശമായി ചിത്രീകരിച്ചുകൊണ്ടിട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് പലരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. എന്തൊക്കെ തോന്നിവാസങ്ങളാണ് അയാൾ ഇതിൽ എഴുതി പിടിപ്പിച്ച് വെച്ചേക്കുന്നത്. അതൊക്കെ വായിച്ചാലുണ്ടല്ലോ അയാളുടെ മുഖത്തിനിട്ട് അടിക്കാൻ തോന്നിപ്പോകും. അയാൾക്ക് ഡെമോ കാണിക്കണം പോലും. ഇയാളെന്താ ബിഗ് ബോസ് ആണെന്ന് വിചാരിച്ചോ? അല്ല, അറിയാത്തോണ്ട് ചോദിക്കുക. ഇങ്ങനെയൊക്കെ എന്ത് തോന്നിവാസം വിളിച്ച് പറയാന്ന് വിചാരിക്കുന്ന ആൾക്കാരൊക്കെ പിടിച്ച് ജയിലിലിടുന്ന എനിക്ക് പറയാനുള്ളൂ. എന്തായാലും അതൊരു സൈഡിലൂടെ പോകുന്നുണ്ട്. ഇനി നമുക്ക് മെയിൻ ചർച്ചയിലേക്ക് വരാം. എന്താണത്? ഈ പറയുന്ന നടി ആക്രമിക്കപ്പെട്ട് 2ാം നാൾ കാവ്യ മാധവനും ദിലീപും കൂടി ചേർന്ന് ഫെഡറൽ ബാങ്കിലെ പനമ്പള്ളി നഗറിലെ ശാഖയിൽ ഒരു ബാങ്ക് ലോക്കർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിന്റെയൊക്കെ ഡേറ്റും കാര്യങ്ങളും എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാം നടി ആക്രമിക്കപ്പെടുന്ന ക്രൂരകൃത്യം നടക്കുന്ന ഡേറ്റ് എപ്പോഴാണ്? 2017 ഫെബ്രുവരി 17 ആണ് അല്ലെ? പക്ഷെ കാവ്യയും ദിലീപും കൂടി ചേർന്ന് ബാങ്കിലെ ലോക്കർ തുടങ്ങുന്ന ഡേറ്റ് എപ്പോഴാണെന്ന് അറിയോ? 2017 ഫെബ്രുവരി 24. അതായത് നടി ആക്രമിക്കപ്പെട്ട ക്രൂരകൃത്യം നടന്ന് കൃത്യം 7ാം നാൾ, അതായത് ഒരാഴ്ച കഴിഞ്ഞ്. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തിനു വേണ്ടിയായിരിക്കും ദിലീപും കാവ്യയും കൂടി ചേർന്ന് ഒരു ബാങ്ക് ലോക്കർ തുടങ്ങിയത്? ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പ്രോസിക്യൂഷൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന ഫെഡറൽ ബാങ്കിലെ പനമ്പള്ളി നഗരിലെ ശാഖയിൽ ദിലീപും കാവ്യ മാധവനും കൂടി ചേർന്ന് ആദ്യമായി ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് 2017 ജനുവരിയിലാണ്. അത് കഴിഞ്ഞ് കൃത്യം ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഇവർ അവിടെ ബാങ്ക് ലോക്കർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ബാങ്ക് ലോക്കർ തുറക്കണമെന്നുണ്ടെങ്കിൽ ഒരു കാരണമില്ലാണ്ട് വെറുതെ തുറക്കൂലല്ലോ. എനിവേ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2017 ഫെബ്രുവരി 17 തീയതി നടി ക്രൂരമായി ആക്രമിക്കപ്പെടുന്നു, ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെടുന്നു. അതിനുശേഷം ഈ കേസിൽ 1ാം പ്രതിയായിട്ടുള്ള പൾസർ സുനിയും 4ാം പ്രതിയും കൂടി ചേർന്ന് കാവ്യ മാധവനെ ലക്ഷ്യ എന്ന് പറയുന്ന സ്ഥാപനം സന്ദർശിക്കാൻ വേണ്ടി പോകുന്നു. കാവ്യ മാധവന് കാക്കനാട് ലക്ഷ്യ എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. അവിടേക്കാണ് അവർ കാവ്യ മാധവനെ കാണാൻ വേണ്ടി പോയത്. ഇത് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമല്ല കേട്ടോ, കോടതിയിൽ പ്രോസിക്യൂഷൻ ബോധിപ്പിച്ച കാര്യങ്ങളാണ്. എനിവേ, ഈ പറയുന്ന പൾസർ സുനിയും 4ാം പ്രതിയും കൂടി ചേർന്ന് ഈ ലക്ഷ്യ എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് പോയ ഡേറ്റ് എന്ന് പറയുന്നത് ഫെബ്രുവരി 22 തീയതിയാണ്. അതായത് നടിയെ ആക്രമിച്ച കുറ്റകൃത്യം നടന്ന് ഏകദേശം 5ാം നാൾ. അത് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം, അതായത് ഫെബ്രുവരി 23 തീയതി ഈ പറയുന്ന പൾസർ സുനി അറസ്റ്റ് ചെയ്യപ്പെടുന്നു. അതിന് പിന്നാലെയാണ് 24 തീയതി ഫെഡറൽ ബാങ്കിലെ പനമ്പള്ളി നഗറിൽ കാവ്യ മാധവൻ ഒരു ലോക്കർ തുറക്കുന്നത്. ഇതെല്ലാം പ്രോസിക്യൂഷൻ കോടതിയെ ബോധിപ്പിച്ച കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ ഇത്തരം ഒരു സാഹചര്യത്തിൽ എന്തിനായിരിക്കണം കാവ്യ മാധവൻ ഇങ്ങനെ ഒരു ലോക്കർ തുടങ്ങിയത്? പ്രോസിക്യൂഷന്റെ കണ്ടെത്തൽ അനുസരിച്ച് ഈ പറയുന്ന പൾസർ സുനിയും 4ാം പ്രതിയും ലക്ഷ്യ എന്ന് പറയുന്ന സ്ഥാപനം സന്ദർശിക്കാൻ പോയിട്ടുണ്ടായിരുന്നല്ലോ ഫെബ്രുവരി 22 തീയതി. ആ സമയത്ത് പൾസർ സുനി ഈ ദൃശ്യങ്ങൾ അടങ്ങുന്ന മെമ്മറി കാർഡ് കാവ്യ മാധവനെ ഏൽപ്പിച്ചിട്ടുണ്ടാകണം. ആ മെമ്മറി കാർഡ് എവിടെയും പോകാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാകണം പനമ്പള്ളി നഗറിലെ ബാങ്ക് ശാഖയിൽ ഇവരൊരു ലോക്കർ തുടങ്ങിയത്. ഇത് ഈ കേസിൽ കാവ്യ മാധവനെതിരെ
പ്രോസിക്യൂഷൻ ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു ആരോപണമായിരുന്നു. അതായത് നടി ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെടുന്നതിന്റെ ദൃശ്യങ്ങൾ അടങ്ങുന്ന മെമ്മറി കാർഡ് സൂക്ഷിക്കാൻ വേണ്ടിയായിരുന്നു ഈ പറയുന്ന കാവ്യ മാധവനും ദിലീപും ചേർന്ന് ഫെഡറൽ ബാങ്കിലെ പനമ്പള്ളി നഗറിലെ ശാഖയിൽ ഒരു ബാങ്ക് ലോക്കർ തുടങ്ങിയത് എന്ന്. പക്ഷെ ഇങ്ങനൊരു ആരോപണം പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിക്കുന്ന സമയത്ത് അത് തെളിയിക്കേണ്ടതും പ്രോസിക്യൂഷൻ ഉത്തരവാദിത്തമാണ് അല്ലെ? അപ്പൊ സ്വാഭാവികമായിട്ടും അതിനു വേണ്ടി സാക്ഷികളെയും ഹാജരാക്കേണ്ടത് പ്രോസിക്യൂഷന്റെ ബാധ്യതയായിരുന്നു. പക്ഷെ അതിനുവേണ്ടി പ്രോസിക്യൂഷൻ സാക്ഷിയായിട്ട് ഹാജരാക്കിയിട്ടുള്ളത് ആ ബാങ്കിലെ മാനേജറെ ആയിരുന്നു. പക്ഷെ ഈ മാനേജർ എന്ന് പറയുന്നത് 2022 ആ ബാങ്കിലെ മാനേജറായി നിയോഗിക്കപ്പെട്ട ആളാണ്. പക്ഷെ ഈ ബാങ്കിൽ ദിലീപും കാവ്യ മാധവനും കൂടി ചേർന്ന് ബാങ്ക് ലോക്കർ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്? 2017 അപ്പൊ അങ്ങനെ വരുമ്പോൾ 2022 നിയമിതനായിട്ടുള്ള ആ ബാങ്കിലെ മാനേജറെ സാക്ഷിയായിട്ട് ഹാജരാക്കിയിട്ട് എന്ത് കാര്യം അല്ലെ? 2017 മാനേജർ തന്നെ വേണം. പക്ഷെ അങ്ങനെ ഒരു സാക്ഷിയെ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല എന്നുള്ളതാണ്. അപ്പൊ എന്റെ ചോദ്യം അതല്ല, ഈ ബാങ്കിലെ 2017 ജോലി ചെയ്ത മാനേജർ എവിടെ പോയി? അദ്ദേഹം മരിച്ചുപോയോ? ഇനി അതല്ല ദിലീപും കൂട്ടരും ചേർന്ന് അവരെ സ്വാധീനിച്ചോ? നമുക്കറിയില്ല. എന്തായാലും അവരെ കോടതിയിൽ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല എന്നുള്ളതാണ്. പിന്നെ അതിനിടയിൽ മറ്റൊരു കാര്യം കൂടി സംഭവിക്കുകയുണ്ടായി. ഈ പറഞ്ഞ ദിലീപിന്റെയും കാവ്യയുടെയും പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ലോക്കർ പോലീസ് കുത്തി തുറക്കുകയുണ്ടായി. ഈ പോലീസുകാർ ഈ ലോക്കർ കുത്തി തുറന്ന് എപ്പോഴാണെന്ന് വെച്ചാണെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പൾസർ സുനി അറസ്റ്റ് ചെയ്ത സമയത്ത് ഇതിന്റെ അന്വേഷണം 8ാം പ്രതിയായിട്ടുള്ള ദിലീപിലേക്ക് പോയപ്പോൾ ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ആ ലോക്കർ അവർ കുത്തി തുറന്നത്. അങ്ങനെ കുത്തി തുറന്നപ്പോൾ പോലീസിന് ആ ലോക്കറിൽ നിന്നും ചില സാധനങ്ങൾ കണ്ടുകിട്ടുകയുണ്ടായി. അതെന്താണെന്നല്ലേ അതിനെക്കുറിച്ച് ന്യൂസ് 18 ചാനലിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടോക്കാം. പിന്നെ അതിപ്രധാനമായ കാര്യം എന്താണ് ലോക്കറിൽ നിന്ന് കിട്ടിയത്? ആ ലോക്കറിൽ നിന്ന് കിട്ടിയത് എന്താണ് എന്നുള്ളത് മഹസർ പരിശോധിച്ചപ്പോൾ അതിൽ പറയുന്നത് 5 രൂപയുടെ ഒരു കോയിൻ എന്നുള്ളതാണ്. 5 രൂപയുടെ കോയിൻ മാത്രമായിരുന്നു ആ ബാങ്ക് ലോക്കറിൽ നിന്ന് കിട്ടിയത്. അതായത് ഈ കുറ്റകൃത്യം നടന്ന് ഒരാഴ്ചയ്ക്ക് ശേഷം ബാങ്കിൽ ലോക്കർ തുറന്ന കാവ്യ മാധവൻ അതിൽ ഈ പറയുന്ന മെമ്മറി കാർഡും മൊബൈൽ ഫോണും ഒളിപ്പിക്കുകയായിരുന്നു എന്നുള്ള പ്രോസിക്യൂഷന്റെ വാദം ശരിയാകണമെങ്കിൽ അന്ന് പോലീസ് ഏപ്രിൽ മാസത്തിലാണ് പോലീസ് അത് കുത്തി തുറന്നത്. ആ സമയം ആ ലോക്കറിൽ നിന്ന് ഇതേ സാമഗ്രികൾ കിട്ടണമായിരുന്നു. പക്ഷേ കിട്ടിയത് 5 രൂപയുടെ ഒരു കോയിൻ മാത്രമായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇത് തെളിയിക്കാൻ കഴിയുന്നത് എന്നുള്ള കാര്യമാണ്. അപ്പോൾ അതിനിടയിൽ ഈ ലോക്കർ തുറന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലേക്കാണ് അന്വേഷണം പോയത്. പക്ഷേ രേഖകൾ ബാങ്ക് രേഖകൾ പരിശോധിച്ചപ്പോൾ ആകെ ഒറ്റ തവണയെ ഈ ലോക്കർ തുറന്നിട്ടുള്ളൂ. ആ തുറന്നത് എന്ന് പറയുമ്പോൾ ഈ ലോക്കർ അവിടെ തുടങ്ങിയ ആ സമയത്ത് തന്നെയാണ് കാവ്യ മാധവന്റെ പേരിൽ ഈ ലോക്കർ ഓപ്പൺ ചെയ്ത ദിവസം. അത് ഈ പറയുന്ന നേരത്തെ പറഞ്ഞ പോലെ 24-ാം തീയതിയാണ്. അങ്ങനെ ഒറ്റ ദിവസം മാത്രമേ ഈ ലോക്കർ തുറന്നിട്ടുള്ളൂ. അതിനുശേഷം ഈ ലോക്കർ തുറന്നത് പോലീസ് കുത്തി തുറന്നതാണ്. അപ്പോൾ അതിനിടയിൽ ആ ലോക്കറിൽ നിന്ന് എങ്ങനെ സാധനങ്ങൾ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തൊണ്ടി മുതലുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ മാറ്റാൻ സാധിക്കും എന്നുള്ള കാര്യം കോടതിയിൽ തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നുള്ളത് പ്രോസിക്യൂഷൻ ഒരു വീഴ്ചയായി. പക്ഷേ പ്രോസിക്യൂഷൻ പറയുന്നത് പ്രോസിക്യൂഷന്റെ പബ്ലിക് പ്രോസിക്യൂട്ടർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റ് ചില കാര്യങ്ങളും പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയിൽ ഇതേക്കുറിച്ച് പറഞ്ഞിരുന്നു. കാവ്യ മാധവന്റെ മൊഴി എടുത്തിരുന്നു. പക്ഷേ കാവ്യ മാധവനോട് ചോദിച്ചു എന്താണ് ഈ ബാങ്ക് ലോക്കർ തുറന്നപ്പോൾ എന്തിനു വേണ്ടിയാണ് ലോക്കർ തുറന്നത്? എന്ത് വെക്കുന്നതിന് വേണ്ടിയാണ്? ഇനി സ്വർണമോ പണമോ എന്ത് വെക്കുന്നതിന് വേണ്ടിയാണ് ഈ ലോക്കർ തുറന്നത് എന്ന് ചോദിച്ചപ്പോൾ കാവ്യ മാധവൻ പറഞ്ഞത് ഓർമ്മയില്ല എന്നുള്ള കാര്യമാണ്. കോടതി അതേ നിലയ്ക്ക് തന്നെ ആ മൊഴിയെ എടുത്തു എന്നാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ പറയുന്നത്. എന്തുകൊണ്ട് അതിലേക്ക് കൂടുതൽ അന്വേഷണം പോയില്ല? ആ ദിവസം ഈ ലോക്കർ തുറന്നത് എന്തിനു വേണ്ടിയാണ്? മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരുപാട് ബാങ്കുകളിൽ ദിലീപിനും കാവ്യ മാധവനും അക്കൗണ്ടുണ്ട്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഈ സമയത്ത്, അതായത് ഈ കുറ്റകൃത്യം നടക്കുന്ന ഈ സമയം, അതിന് തൊട്ട് മുൻപ് ജനുവരിയിൽ എന്തിനു വേണ്ടി ഈ ബ്രാഞ്ചിൽ, ഈ പ്രത്യേക ബ്രാഞ്ചിൽ, പനമ്പള്ളി നഗറിലെ ഈ ബ്രാഞ്ചിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം? എന്നിട്ട് ഈ കുറ്റകൃത്യം നടന്നതിന് തൊട്ട് പിന്നാലെ അവിടെ ലോക്കർ എടുക്കണം? അതെന്തിനു വേണ്ടിയാണ് എന്നുള്ള ചോദ്യം ഉന്നയിച്ചു. അപ്പോൾ ദിലീപ് ഇതേക്കുറിച്ച് വിശദീകരണം നൽകിയതെന്ന് പറയുന്നത് എന്നെ ഒരുപാട് ബാങ്കിൽ നിന്ന് ആളുകൾ വിളിക്കാറുണ്ട്, ക്യാൻവാസ് ചെയ്യാറുണ്ട്. അത് സാധാരണമാണ്, ശരിയാണ് കേട്ടോ. ഈ സെലിബ്രിറ്റികളും അതുപോലെ തന്നെ പണമുള്ളവരുമൊക്കെ അവരുടെ അക്കൗണ്ടുകൾ തുറക്കാൻ ബാങ്കുകൾ താല്പര്യപ്പെടാറുണ്ട്. അങ്ങനെ ക്യാൻവാസ് ചെയ്തതനുസരിച്ച് ഈ ബാങ്കിന്റെ ക്യാൻവാസ് മാനേജറുടെ നിരന്തരമായ ആവശ്യപ്രകാരം ഞാൻ ആ ബാങ്കിൽ ഒരു അക്കൗണ്ട് തുറക്കുകയായിരുന്നു എന്റെയും കാവ്യയുടെയും പേരിൽ എന്നുള്ളതാണ്. സംയുക്ത അക്കൗണ്ട്. അത് ഈ പറയുന്ന 2017 ജനുവരി 27-നാണ് അക്കൗണ്ട് അവിടെ ഓപ്പൺ ആയത്. അതിനും 2 ദിവസം മുമ്പ് അക്കൗണ്ട് ഫോം ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തിരുന്നു 2017 ജനുവരിയിൽ. അപ്പോൾ അങ്ങനെയാണ് ദിലീപിന്റെ വാദം. അത് ഒരു പരിധിവരെ അത് ശരിയുമാണ്. കാരണം സെലിബ്രിറ്റികളുടെയൊക്കെ അക്കൗണ്ടുകൾ പല ബാങ്കുകളിലുണ്ട്. അവർ പിന്നെ അത് ചിലപ്പോൾ ഓപ്പറേറ്റ് ചെയ്യാറ് പോലുമില്ല. ചില ബാങ്കുകളിൽ മാത്രം അവർ സ്ഥിരമായിട്ട് ഓപ്പറേറ്റ് ചെയ്യും. ഇങ്ങനെയാണ് സംഭവം. പക്ഷേ ഈ ലോക്കർ തുറന്നത് എന്തിനാണ് എന്നുള്ള കാര്യത്തിൽ കൃത്യമായ ഒരു മറുപടി വന്നിട്ടില്ല. അങ്ങനെയെങ്കിൽ എന്തെങ്കിലും വിലപിടിപ്പുള്ള സാധനങ്ങൾ സൂക്ഷിക്കാനായിരിക്കുമോ എന്നുള്ള കാര്യമാണ്. പബ്ലിക് പ്രോസിക്യൂട്ടർ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. ഈ ലോക്കർ തുറന്നപ്പോൾ 5 രൂപയുടെ ഒരു കോയിനോടൊപ്പം അമ്പലത്തിലെ പ്രസാദം, അങ്ങനെ ചില പൂജാ സാമഗ്രികൾ കൂടി കിട്ടി എന്നുള്ള കാര്യം കൂടി പറയുന്നു. ഓക്കെ, അതാണ്. അപ്പൊ ഇത്രയും കഷ്ടപ്പെട്ട് ആ ബാങ്ക് ലോക്കർ കുത്തി തുറന്നപ്പോ ആകെ കിട്ടിയത് ഒരു 5 റുപ്യന്റെ തൊട്ട് മാത്രമാണ് അല്ലേ? പിന്നെ അതിന്റെ കൂട്ടത്തിൽ ബാങ്കിൽ പൂജ ചെയ്ത് ചില സാമഗ്രികളും കിട്ടിയെന്നും പറയപ്പെടുന്നുണ്ട്. ഇത്രയും കഷ്ടപ്പെട്ട് ആ ബാങ്ക് ലോക്കർ കുത്തി തുറന്നിട്ട് ആകെ കിട്ടിയത് ഒരു 5 റുപ്യന്റെ നാണയം. അപ്പൊ സ്വാഭാവികമായിട്ട്
സ്വാഭാവികമായിട്ടും അവിടെ ഒരു ചോദ്യം വരും അല്ലേ, വെറും 5 രൂപ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നോ ഇത്രയും വലിയൊരു ബാങ്ക് ലോക്കർ തുടങ്ങിയത്? ഇതൊരുമാതിരി തക്കാളിപ്പെട്ടി പൂട്ടാൻ വേണ്ടി ഗോദ്രേജിന്റെ പൂട്ട് വാങ്ങണമെന്ന് ചോദിച്ച മാതിരിയായി പോയി. ഒരു 5 രൂപ സൂക്ഷിക്കാൻ വേണ്ടി വലിയൊരു ബാങ്ക് ലോക്കർ. എന്നിരുന്നാലും ബാങ്ക് ലോക്കർ കുത്തി തുറന്ന പോലീസിന് ഒന്നും അതിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്, അഥവാ വിധിപ്പകർപ്പിൽ പരാമർശിക്കുന്നത്. ഇത്രയും പഠിച്ചതിൽ നിന്നും എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു സേഫ്റ്റിക്ക്, ഒരു പ്ലാൻ ബിക്ക് വേണ്ടി പറഞ്ഞ ദിലീപും കാവ്യമാധവനും കൂടി ചേർന്ന് അവിടെ പോയി ലോക്കർ തുടങ്ങിയതാവണം. അതായത് എന്തെങ്കിലും കാരണവശാൽ മെമ്മറി കാർഡ് എവിടെയും ഒളിപ്പിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരികയാണെങ്കിൽ ബാങ്ക് ലോക്കറിനെ ആശ്രയിക്കാം എന്ന് കരുതിയിട്ടാകണം അവർ ആ ബാങ്ക് ലോക്കർ അവിടെ തുടങ്ങിയത്. പക്ഷെ അവർക്ക് അതിനെ ആശ്രയിക്കേണ്ട സാഹചര്യം വന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കണം നടി ആക്രമിക്കപ്പെടുന്ന ദൃശ്യങ്ങൾ അടങ്ങുന്ന മെമ്മറി കാർഡ് അവർ തൽക്കാലം ആ ബാങ്ക് ലോക്കറിൽ സൂക്ഷിക്കാതിരുന്നത്. എന്തായാലും ഇത് വല്ലാത്തൊരു ചെയ്ത്തായി പോയി അല്ലെ. നമ്മൾ സിനിമകളിലൊക്കെയാണ് ഇങ്ങനെ കണ്ടിട്ടുള്ളത്, നായകനെ ചേസ് ചെയ്യാൻ വേണ്ടി വരുന്ന വില്ലനും സംഘവും അവർ നായകൻ സൂക്ഷിച്ചു വെച്ച പല ഡാറ്റകളും പിടിച്ചെടുക്കാൻ നോക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നു, അവിടെ ഒന്നും ഇല്ലാതാക്കുന്നു. ഇത്തരത്തിലുള്ള കഥകളൊക്കെ നമ്മൾ സിനിമകളിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ റിയൽ ലൈഫിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നത് കേൾക്കുന്നത് ആദ്യമായിട്ടാണ്. എനിവേ ഈ ന്യൂസ് 8ന്റെ റിപ്പോർട്ടിലെ വീഡിയോക്ക് താഴെ ഒരുപാട് തരത്തിലുള്ള കമന്റുകൾ വന്നു കേട്ടോ. അതിൽപ്പെട്ടൊരു കമന്റ് എന്നെ വല്ലാതെ ചിരിപ്പിച്ചു കളഞ്ഞു. ഞാൻ ആ കമന്റ് വായിച്ചുതരാം. ആ 5 രൂപ പൊളിച്ചു നോക്കാമായിരുന്നു, അതിനുള്ളിൽ മെമ്മറി കാർഡ് ഒളിപ്പിച്ചിരിക്കാം, കാഞ്ഞ കുരുട്ട് ബുദ്ധിയാ ദിലീപിന്. ആണെങ്കിൽ പോലീസുകാർക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമായിരുന്നു കേട്ടോ. ആ 5 രൂപ ഒന്ന് പൊളിച്ചു നോക്കായിരുന്നു. ദിലീപിനെ ബുദ്ധി വെച്ച് ചിലപ്പോൾ ദിലീപ് അങ്ങനെ ചെയ്യാനും മടിക്കില്ല. എന്നിരുന്നാലും ഇവിടെ കാവ്യമാധവനെയും ദിലീപിനെയും കൊടുക്കുന്ന വിഷയത്തിൽ പ്രോസിക്യൂഷൻ കോടതിയിൽ കംപ്ലീറ്റ് പരാജിതരായെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്നിരുന്നാലും ഈ കേസിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിട്ടുള്ള അജകുമാർ സാർ ഇന്നലെ മാധ്യമങ്ങളെ കണ്ട് ചില കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടുനോക്കാം. അല്ലെ, അതിജീവിതയെ അങ്ങേയറ്റം സൈബർ ആക്രമണത്തിന് വിധേയമാക്കുന്ന രീതിയിലുള്ള നടപടികൾ ഉണ്ടാകുന്നുണ്ട്. അതിന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് ശക്തമായി അന്വേഷിക്കും. നിങ്ങൾ ആദ്യം മനസ്സിലാക്കാനുള്ളത്, ഈ വിധി അന്തിമമല്ല. ഈ വിധിയിലെ പോരായ്മകളെക്കുറിച്ചോ ഈ വിധിയിൽ ഉണ്ടായിട്ടുള്ള ബാക്കി കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും തന്നെ ഈ സമയത്ത് ഒരു പൊതുവേദിയിൽ പറയുവാൻ ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് സാധ്യമല്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഈ വിധി അടിസ്ഥാനപരമായി ഈ പ്രതികളെ, വെറുതെ വിട്ട പ്രതികളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം നിലനിൽക്കുമെന്നുള്ള കാര്യത്തിൽ അതിയായ സംശയമുണ്ട്. കാരണം ഈ കേസിൽ മൂന്ന് ഗൂഢാലോചനകളാണ് ഈ പ്രോസിക്യൂഷന്റെ ചാർജിലുള്ളത്. അത് ഒന്നാം പ്രതിയും 8ാം പ്രതിയും തമ്മിലുള്ള ഗൂഢാലോചന, പിന്നെ 1 മുതൽ 6 വരെ പ്രതികളുടെ ഗൂഢാലോചന, അത് കഴിഞ്ഞിട്ട് 1ാം പ്രതി മറ്റ് ചില പ്രതികളുമായിട്ട് ചേർന്ന് ദിലീപിൽ നിന്നും പൈസ വാങ്ങിയെടുക്കുന്നതിനായിട്ട് നടത്തിയിട്ടുള്ള ഗൂഢാലോചനയും അതിനുള്ള ശ്രമങ്ങളും. ഇതിൽ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ നടത്തിയിട്ടുള്ള ഗൂഢാലോചന സംശയാതീതമായി പ്രോസിക്യൂഷന് തെളിയിക്കാൻ കഴിഞ്ഞു എന്ന് വിധിന്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള സാഹചര്യ തെളിവുകൾ എങ്ങനെയാണ് പ്രൂവ് ചെയ്തത് എന്ന് കോടതി സവിസ്തരം ഈ വിധിന്യായത്തിൽ പ്രസ്താവിച്ചിട്ടുമുണ്ട്. പക്ഷേ ഈ ഗൂഢാലോചനയ്ക്ക് മുമ്പുണ്ടായിരുന്ന പ്രൈമറി കോൺസ്പിറസി എന്ന് ഞങ്ങൾ വാദിച്ച ആ കോൺസ്പിറസിയിലേക്ക് എല്ലാ അന്വേഷണത്തെയും ആ കോൺസ്പിറസിയിൽ നിന്നിലേക്ക് എന്നെത്തിയിട്ടുള്ള കാര്യങ്ങളും ശരിയല്ല എന്നുള്ള രീതിയിലുള്ള ഒരു വിധിന്യായമാണ് വന്നിട്ടുള്ളത്. അതാണ് പുള്ളിക്കാരൻ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതായത് ഈ കേസിൽ 1 മുതൽ 6 വരെയുള്ള പ്രതികളെ കൃത്യമായി ശിക്ഷിക്കാൻ കോടതിക്ക് കഴിഞ്ഞു. പക്ഷേ ഈ കേസിലെ 8ാം പ്രതിയായിട്ടുള്ള ദിലീപിലേക്ക് എന്ന് കേസ് അന്വേഷണം നീണ്ടോ അന്ന് തൊട്ട് ഈ കേസിൽ ഒരുപാട് മാജിക്കുകൾ സംഭവിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ദിലീപിനെതിരെ പോലീസ് ഉദ്യോഗസ്ഥർ ശേഖരിക്കുന്ന തെളിവുകളൊന്നും കോടതിയിൽ കൃത്യമായി എത്താണ്ടാകുന്നു. ദിലീപിനെ കൃത്യമായി പോലീസുകാർക്ക് ട്രാപ്പ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിഗതി വരുന്നു. ഇവന് കോടതിയിൽ പോലും ദിലീപിന് അനുകൂലമായി കാര്യങ്ങൾ നീങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതായത് ഈ കേസിൽ നിന്നും എങ്ങനെ ദിലീപിനെ രക്ഷപ്പെടുത്താം എന്നുള്ള രീതിയിലായിരുന്നു കാര്യങ്ങളൊക്കെ പിന്നീട് പോയിക്കൊണ്ടിരുന്നത്. അതിനെക്കുറിച്ചാണ് പ്രോസിക്യൂട്ടർ ഇത്രയും നേരം സംസാരിച്ചത്. എന്തായാലും ബാക്കിയുടെ കേട്ടോക്കാം. ആ വിധി എത്രത്തോളം ശരിയാണ് എന്ന് മേൽക്കോടതികളാണ്, അപ്പീൽ കോടതിയാണ് തീരുമാനിക്കേണ്ടത്. ആ വിധിയുടെ വിശുദ്ധിയെക്കുറിച്ചൊന്നും ഈ അവസരത്തിൽ എനിക്ക് പറയാൻ കഴിയില്ല. കാരണം അതിന്റെ അധികാരം എനിക്കല്ല. അത് നിശ്ചയിക്കേണ്ടത് അപ്പീൽ കോടതികളാണ്. അതുപോലെ തന്നെ പൾസർ സുനി ദിലീപിൽ നിന്നും കാശ് വാങ്ങി എടുക്കാൻ ശ്രമിച്ചു എന്നുള്ള ഗൂഢാലോചന വരുന്ന ഭാഗത്ത് 1ാം പ്രതിയെയും 9ാം പ്രതിയെയും വെറുതെ വിട്ടിരിക്കുകയാണ്. അവരുടെ കുറ്റം തെളിയിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അത് വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വിധിയാണ്. കാരണമെന്ന് പറഞ്ഞാൽ ദിലീപ് സമൂഹത്തിൽ പറഞ്ഞതും പോലീസുകാർക്ക് കംപ്ലൈന്റ് കൊടുത്തതും പോലും പൾസർ സുനിയും സംഘവും എന്നെ ഭീഷണിപ്പെടുത്തി പൈസ വാങ്ങിക്കാൻ ശ്രമിക്കുന്നു എന്നാണ്. ഇവ, അതായത് വാലും തലയിലും ഉണ്ടായിരുന്ന 2 കോൺസ്പിറസികൾ വെട്ടിമാറ്റി നടുക്കുള്ള കോൺസ്പിറസിക്ക് മാത്രമാണ് ഇപ്പോൾ കുറ്റം ഉള്ളതായി കണ്ട് 1 മുതൽ 6 വരെ പ്രതികളെ പ്രോസിക്യൂഷൻ പറഞ്ഞ മിക്കവാറും എല്ലാ മേജർ ഒഫൻസസിനും കുറ്റക്കാരായി കണ്ട് അവരെ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത്.
അതാണ് ഈ പറഞ്ഞത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അതായത് ഈ നടി ആക്രമിക്കപ്പെട്ട 6-ാം നാൾ പൾസർ സുനി അറസ്റ്റ് ചെയ്തതിന് ശേഷം കുറച്ച് മാസങ്ങൾക്കിപ്പുറം പൾസർ സുനിക്കെതിരെ ഒരു പരാതിയുമായി ദിലീപ് പോലീസ് ഉദ്യോഗസ്ഥരെ സമീപിക്കുന്നു. എന്താണ് ആ പരാതി? പൾസർ സുനി നിരന്തരമായി ജയിലിൽ നിന്നും തനിക്ക് കത്തുകൾ അയക്കുന്നു എന്നുള്ളതായിരുന്നു ദിലീപിന്റെ പരാതി. അങ്ങനെ ആ പരാതിയിൽ സംശയം തോന്നിയ പോലീസുകാരെന്താക്കി? ദിലീപിനെതിരെ അന്വേഷണം ആരംഭിക്കുന്നു. കാരണം ജയിലിൽ കിടക്കുന്ന പൾസർ സുനി ദിലീപിന് കത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാവണമല്ലോ. അങ്ങനെ ആ അന്വേഷണത്തിനൊടുവിലാണ് ദിലീപിന് ഈ കേസിലുള്ള ഇൻവോൾവ്മെന്റിനെ കുറിച്ച് പോലീസുകാർ കണ്ടെത്തുന്നതും ദിലീപിനെ 8-ാം പ്രതിയായി ഈ കേസിൽ ചേർക്കുന്നതും. അതിനുശേഷം ദിലീപിനെ കോടതി കുറ്റവിമുക്തനാക്കിയെങ്കിൽ കൂടിയും എന്തിന് ജയിലിലുള്ള പൾസർ സുനി ദിലീപിനെ കത്തയക്കണം എന്നുള്ള കാര്യത്തെ കുറിച്ചുള്ള ഒരു ചർച്ചയും കോടതിയിൽ നടന്നിട്ടില്ല എന്നുള്ള രീതിയിലാണ് ഇവിടെ പ്രോസിക്യൂട്ടർ പറഞ്ഞു വെക്കുന്നത്, അല്ലേ? ഒരു പക്ഷെ അതിനെക്കുറിച്ചുള്ള ഒരു കൃത്യമായ ചർച്ച കോടതിയിൽ നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്നൊരു പക്ഷേ ദിലീപ് ശിക്ഷിക്കപ്പെട്ടേനെ. അതാണ് പറയുന്നത്. എന്ന് ദിലീപ് ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ടോ അന്ന് തൊട്ട് ദിലീപിനെ രക്ഷിക്കാനുള്ള കാര്യങ്ങളാണ് കോടതിയിൽ അടക്കം നടന്നുകൊണ്ടിരുന്നത്. എന്തായാലും ബാക്കിയുടെ കേട്ടോക്കാം. പിന്നെ ഇതിന്റെ അകത്ത് കൊടുത്ത ശിക്ഷയെക്കുറിച്ച് പ്രോസിക്യൂഷന് മേൽക്കോടതിയിൽ അപ്പീൽ കൊടുക്കാൻ ഉദ്ദേശമുണ്ട്. കാരണം അത് തെറ്റായ സന്ദേശം നൽകുന്ന ഒരു ശിക്ഷയാണ്. ഈ വിധി വന്നുടൻ തന്നെ വിധിയെ മഹത്വവൽക്കരിച്ച് വന്നിട്ടുള്ള ആളുകൾ വിധിന്യായം മുഴുവൻ വായിച്ചിട്ട് പറയുന്നു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വിശ്വസിക്കാൻ കഴിയാത്ത കാര്യമാണ്. കാര്യം 1709 പേജുകളോളമുള്ള വിധിന്യായത്തിൽ അതിൻ്റെ പല കാര്യങ്ങളും പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടുള്ള തെളിവുകൾ എന്താണെന്നോ അതിൽ എത്രത്തോളം തെളിവുകൾ എടുത്തോ എന്നോ വിശദമായി പല സ്ഥലത്തും ഇത് വായിച്ചു നോക്കിയാൽ മനസ്സിലാകില്ല. കാരണം ഈ പല രീതിയിലും പ്രോസിക്യൂഷൻ ഹാജരാക്കിയുള്ള എവിഡൻസ് ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ട്, അത് തെറ്റായി റീഡ് ചെയ്തിട്ടുണ്ട്, അതിൽ ഗുരുതരമായ ചില വീഴ്ചകൾ വന്നിട്ടുണ്ട്, ചില തെളിവുകൾ കാണാതെ പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ പൊതുമധ്യത്തിലല്ല പറയേണ്ടത്, ഞങ്ങൾ പറയേണ്ടത് അപ്പീൽ കോടതികളാണ്. അവിടെ വിശദമായി ഈ കാര്യങ്ങൾ എല്ലാം തന്നെ പറയുകയും അതിനുള്ള പരിഹാരം തേടാൻ ശ്രമിക്കുകയും ചെയ്യും. ഓക്കെ, നല്ല കാര്യം, അങ്ങനെ തന്നെ വേണം. അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ 1700 പേജിലധികം അടങ്ങുന്ന ഈ കേസിലെ വിധി പകർപ്പ് ഫുള്ളി ബയാസ്ഡ് ആണെന്നാണ് ഇവിടെ പ്രോസിക്യൂട്ടർ പറഞ്ഞു വെക്കുന്നത്, അല്ലേ? അത് പിന്നെ സ്വാഭാവികമാണല്ലോ. ഇവിടെ കോടതി ദിലീപിന് ബയാസ്ഡ് ആയിട്ടാണ് തീരുമാനം എടുത്തിട്ടുള്ളത്. അപ്പൊ പിന്നെ വിധി പകർപ്പും അതുപോലെ ബയാസ്ഡ് ആയിട്ട് തന്നെ ആയിരിക്കുമല്ലോ നിർമ്മിച്ചിട്ടുണ്ടായിരിക്കുക. പക്ഷെ എങ്കിലും കോടതിയിൽ നടന്ന ചർച്ചകളെ കുറിച്ച് ഒരു ചെറിയൊരു പിക്ചർ കിട്ടാൻ ഈ വിധി പകർപ്പ് നമ്മളെ സഹായിക്കും, അല്ലേ? ധർമാക്കൂടി കേട്ടോക്കാം. പിന്നെ മാത്രവുമല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രോസിക്യൂഷൻ അപ്പാടെ പരാജയപ്പെട്ടു എന്നുള്ള രീതിയിലാണ് ഈ ആരോപണങ്ങളെല്ലാം വരുന്നത്. അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷനിൽ ഒരുപാട് പാളിച്ചകൾ പറ്റി എന്ന് പറഞ്ഞാണ് വരുന്നത്. നിങ്ങളുടെ അന്തിമ വിധി വരുമ്പോൾ ഞാൻ ജീവിച്ചിരിക്കുമോ എന്ന് പോലും എനിക്കറിയില്ല, എങ്കിലും ഞാൻ പറയാം, ഏറ്റവും നന്നായിട്ട് അന്വേഷിച്ച ഒരു കേസ് ആണിതെന്നും ഏറ്റവും നന്നായിട്ട് പ്രോസിക്യൂട്ട് ചെയ്ത ഒരു കേസാണ് ഇത് എന്നും ഈ ലോകം വിലയിരുത്തും. മാത്രവുമല്ല, ഇപ്പോൾ തന്നെ 60% പ്രോസിക്യൂഷന്റെ വാദങ്ങൾ അംഗീകരിച്ചത് കൊണ്ടാണ് 1 മുതൽ 6 വരെ പ്രതികളെ കുറ്റക്കാരാണെന്ന് കണ്ട് ശിക്ഷിച്ചത്. ഇവിടെ നടന്നു വരുന്ന ഒരു കാര്യം, ദിലീപ് പ്രതിയാകുന്നതിന് മുമ്പ് തന്നെ ദിലീപ് നിരപരാധിയാണ് എന്ന് വാദമുഖം പൊതുസമൂഹത്തിൽ ഉയർത്തി ഒരു പൊതുസമൂഹത്തിനൊരു കൺഫ്യൂഷൻ സൃഷ്ടിക്കാനുള്ള ശ്രമം ആ പ്രതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ശക്തമായ അന്വേഷണം ആഴത്തിൽ വ്യക്തമായി അദ്ദേഹത്തിൻ്റെ റോള് വ്യക്തമാക്കിയത് കൊണ്ടാണ് കോടതി അദ്ദേഹത്തിനെതിരെ ചാർജ് ഫ്രെയിം ചെയ്തത്. തന്നെ വിടുതൽ ചെയ്തിടണമെന്നുള്ള ഹർജികൾ കോടതികളും അപ്പീൽ കോടതികളും തള്ളിയിട്ടുണ്ട്. ഇവിടെ ഇപ്പം ഈ വിധി വന്നതിന് ശേഷം ഈ വിധിയുടെ സാരാംശം മുഴുവൻ മനസ്സിലാക്കാതെ, വിധിയിലെ പ്രോസിക്യൂഷൻ എവിഡൻസുകളെ മുഴുവൻ മനസ്സിലാക്കാതെ, വിധിയിലെ പരാമർശങ്ങൾ വെച്ച് പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു പോയി എന്ന് ഒരു സമൂഹത്തെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും എത്രയും പെട്ടെന്ന് ഇതിൻ്റെ അകത്ത് അപ്പീൽ വരും. ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയുന്ന 4 പ്രതികൾ അവർ എത്രത്തോളം അവർക്ക് ഈ അപ്പീൽ വിധി ആശ്വാസമാകുമെന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. കാരണം അവർക്കെതിരെയുള്ള ശക്തവും വ്യക്തമായ തെളിവുകൾ അപ്പീൽ കോടതിയിൽ അപ്പീൽ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും. അപ്പീൽ കോടതിയിൽ നിന്ന് അവരെയും കുറ്റക്കാരായി കാണും എന്നുള്ള പൂർണ്ണ വിശ്വാസവും പൂർണ്ണമായ ബോധ്യവും ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്. ഇപ്പം നടക്കുന്ന പ്രചാരവേല എന്ന് പറയുന്നത് ഈ ജഡ്ജ്മെന്റിൽ അദ്ദേഹത്തെ വെറുതെ വിട്ട ജഡ്ജ്മെന്റിന് ഒരു വാട്ടുപാട്ട്
ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് സമൂഹത്തിൽ ചെയ്യുന്നത് ശരിയായ കാര്യമല്ല. ഓക്കെ, അപ്പൊ ഹയർ കോടതികളിൽ അപ്പീൽ പോയിട്ട് ഈ പറയുന്ന നടിക്ക് നീതി വാങ്ങിച്ചു കൊടുക്കും എന്നൊക്കെയാണ് പ്രോസിക്യൂട്ടർ പറയുന്നത് അല്ലെ? അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി നിലവിലെ സാഹചര്യം അനുസരിച്ച് ഇപ്പോഴത്തെ പ്രോസിക്യൂഷൻ വളരെ മോശമാണ്, വമ്പൻ പരാജയമാണെന്ന് പറയാതെ വയ്യ. കാരണം ദിലീപിനെതിരെ ഉന്നയിച്ച പല ആരോപണങ്ങളും ഇവർക്ക് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. എല്ലാം വെറും ആരോപണങ്ങൾ മാത്രമായി ഒതുങ്ങി പോവുകയായിരുന്നു. അതിനാൽ തന്നെ പ്രോസിക്യൂഷൻ വമ്പൻ പരാജയം തന്നെയാണ് ഇതുവരെ. ഇനി ഹയർ കോടതികളിലേക്ക് പോകുമ്പോൾ അത് മാറ്റി തിരുത്താൻ സാധിക്കുമോ എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം. അതിന് പ്രോസിക്യൂട്ടർക്ക് സാധിക്കട്ടെ എന്ന് തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. കാരണം അങ്ങനെ സംഭവിച്ചാൽ മാത്രമേ ഇവിടേക്ക് ഇരക്ക് പൂർണ്ണമായി നീതി ലഭിക്കത്തുള്ളൂ. എന്ത് തന്നെയായാലും ഈ പൾസർ സുനിയും സംഘത്തെയും ബലാത്സംഗം ചെയ്യാൻ കൊട്ടേഷൻ കൊടുത്തത് ആര് എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും ബാക്കിയാണല്ലോ. ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്താൽ മാത്രമേ ഈ പറയുന്ന ഇരക്ക് പൂർണ്ണ നീതി ലഭിക്കത്തുള്ളൂ. എന്തായാലും ഹൈക്കോടതിയിൽ അപ്പീലൊക്കെ പോയി അതിലേക്ക് കേസ് നടന്നു വരുമ്പോഴേക്കും ഇനിയും ഒരുപാട് കാലതാമസം പിടിക്കും. എന്തായാലും ഇത്രയൊക്കെ വെയിറ്റ് ചെയ്തില്ലേ, ഇനി കുറച്ചും കൂടി കാലതാമസം പിടിച്ചിട്ടാണെങ്കിലും ഇരക്ക് പൂർണ്ണ നീതി ലഭിക്കട്ടെ. അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. പുറത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.